Hello friends, it's me Shruti. Welcome to my channel. Today I am dealing with the topic hydrocephalus. First move on to the definition. It is an abnormally excess collection of the fluid, that is CSF, in the lateral and fourth ventricles of the brain that leads to the increased ICP. It means excess ആയിട്ട് ഫോർത്ത് വെൻട്രിക്കിൾ ഓഫ് ബ്രെയിനിലേക്ക് CSF അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ എക്സസ് കളക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്നത്. ഇത് കാരണം ICP കൂടുന്നുണ്ട്, ഇൻട്രാക്രേനിയൽ പ്രഷർ. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കളർലെസ് ലിക്വിഡാണ്, സറൗണ്ടഡ് ടു പ്രൊട്ടക്റ്റ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ബ്രെയിനിൻ്റെ മെറ്റബോളിസത്തിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സിന് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് CSFൻ്റെ നോർമൽ വോളിയം നോക്കാം. ന്യൂ ബോൺസിൽ അപ്രോക്സിമേറ്റ്ലി 10 to 60 ml ആണ്. ചൈൽഡിൽ അപ്രോക്സിമേറ്റ്ലി 16 to 100 ml ആണ്. അഡൽട്ടിൽ അപ്രോക്സിമേറ്റ്ലി 150 ml ആണ് പറയുന്നത്. Let's move on to the causes. By birth itself, hydrocephalus occurs is called congenital hydrocephalus, and due to the genetical abnormalities it is occurs, and brain anatomical problems, an acquired hydrocephalus, which means after the birth hydrocephalus occurred due to the brain injury, due to any infections like meningitis, encephalitis and brain tumors, and after the brain surgery ഒരു പോസ്റ്റ് ഓപ്പ് കോംപ്ലിക്കേഷൻസ് ആയിട്ടും ഹൈഡ്രോസെഫാലസ് ഉണ്ടാകാറുണ്ട്. Let's move on to the types of the hydrocephalus. There are two types, that is communicating and non-communicating. In communicating, CSF flow between the ventricles occurs but does not absorb properly. ഇവിടെ CSF കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ടുള്ള വെൻട്രിക്കിൾസിൽ പ്രോപ്പറായിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യാൻ കഴിയണില്ല. നെക്സ്റ്റ് ഈസ് നോൺ കമ്മ്യൂണിക്കേറ്റിംഗ്, ദാറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ദ CSF ഈസ് ബ്ലോക്ക്ഡ് along one or more of the narrow passage connecting the ventricles. ഇവിടെ CSF പോകുന്ന നാരോ പാസേജസിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് മൂലം CSFന് പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യാൻ കഴിയില്ല. അത് കാരണം ഹൈഡ്രോസെഫാലസ് ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് മൂവ് ഓൺ ടു ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് ദ ഇൻക്രീസ്ഡ് ഹെഡ് സർക്കംഫറൻസ്. നോർമലായിട്ട് ഒരു ന്യൂ ബോണിൽ 33 to 35 സെൻറ്റിമീറ്റർ ആണ് ഹെഡ് സർക്കംഫറൻസ് വരുന്നത്. എന്നാൽ ഇവിടെ ഹൈഡ്രോസെഫാലസ് ഉള്ള ഒരു കുട്ടിയിൽ 35 സെൻറ്റിമീറ്ററിനെക്കാട്ടി കൂടുതലായിരിക്കും ഹെഡ് സർക്കംഫറൻസ് വരുന്നത്. നെക്സ്റ്റ് ആൻറ്റീരിയർ ഫോണ്ടനിലെ ബൾജ് ആൻഡ് ഡിസ്റ്റൻ്റ് സ്കാൽപ് വെയിൻ, ഫ്രോണ്ടൽ ബോസിങ്. ഫ്രോണ്ടൽ ബോസിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹെഡിൻ്റെ ഫ്രോണ്ടൽ പാർട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്നൊരവസ്ഥേനെയാണ് ഫ്രോണ്ടൽ ബോസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മാഷ്വൻ സൈൻ. മാഷ്വൻ സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെർക്കഷൻ ചെയ്യുന്ന സമയത്ത് ബേബിയുടെ ഹെഡിൽ ഒരു ക്രാക്ക് പോട്ട് സൗണ്ട് ആയിരിക്കും കേൾക്കാൻ പറ്റുന്നത്. അതിനെയാണ് മഷ്വൻ സൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൺസെറ്റ് ഐസ്, ഹെഡ് ഏക്ക്, നോസിയ ആൻഡ് വോമിറ്റിംഗ് ഉണ്ടാകും. ICP കൂടുന്നതുകൊണ്ട് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകും, അതായത് റെസ്റ്റ്ലെസ് ആയിരിക്കും, ഇറിറ്റബിലിറ്റി ഉണ്ടാകും പേഷ്യൻസിന്. ഹൈ പിച്ച്ഡ് ഷ്രിൽ ക്രൈ ഉണ്ടായിരിക്കും. ICP കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈ പിച്ച് ഷ്രിൽ ക്രൈ ഉണ്ടാകുന്നത്. ആൻഡ് നെക്സ്റ്റ് സീഷേഴ്സ് ഉണ്ടാകുന്നു. സീഷേഴ്സ് ICP കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ICP കൂടി കഴിയുമ്പോൾ ഹാർട്ട് റേറ്റ്, അതായത് ക്വിഷൻ ട്രയാഡാണ് ഇതിനായിട്ട് മെയിനായിട്ട് നമുക്ക് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ പറയാൻ പറ്റുന്നത്. ഇൻക്രീസ്ഡ് ICPയിൽ ഹാർട്ട് റേറ്റും റെസ്പിറേറ്ററി റേറ്റും കുറയുന്നു, BP ഇൻക്രീസ് ചെയ്യുന്നു. അത് ബ്രെയിനിൻ്റെ ഫങ്ഷനെ സപ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് ICP കൂടുമ്പോൾ ഈ പറഞ്ഞ ചേഞ്ചസ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഒപ്പിസ്തോട്ടോണസ് പോസ്ചർ എന്ന് പറയും. ഇത് ICP കൂടുന്നത് കാരണം പോസ്ചറിന് ചേഞ്ച് ഉണ്ടാകുന്നതിനെയാണ് ഒപ്പിസ്തോട്ടോണസ് പോസ്ചർ എന്ന് പറയുന്നത്. ഒപ്പിസ്തോട്ടോണസ് പോസ്ചറിൽ സ്കെൽറ്റൽ മസിൽസിന് സ്റ്റിഫനിങ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൂവ് ഓൺ ടു ദ ട്രീറ്റ്മെൻറ്റ്. ഇൻ ഹിയർ വെൻട്രിക്ലോപെരിറ്റോണിയൽ ഷണ്ട്, വെൻട്രിക്ലോയേട്രിയൽ ഷണ്ട്, എൻഡോസ്കോപ്പിക്, തേർഡ് വെൻട്രിക്ലോസ്റ്റമി. ദീസ് ഓൾ ആർ ദ ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ ഇസ് ദ വെൻട്രിക്ലോപെരിറ്റോണിയൽ ഷണ്ട്. ഇതിൽ ബ്രെയിനിൻ്റെ വെൻട്രിക്കിളിൽ നിന്ന് ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ട് CSF ഫ്ലൂയിഡിനെ പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്ക് എത്തിക്കുന്നു. ഈ പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ ഈ CSF എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പെരിറ്റോണിയത്തിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻസ് ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വെൻട്രിക്കുലോ ഏട്രിയൽ ഷണ്ട്. ഇവിടെ ബ്രെയിനിലുള്ള വെൻട്രിക്കിൾസിൽ നിന്ന് ഒരു ഷണ്ട് റൈറ്റ് ഏട്രിയത്തിൽ, ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഇടുകയും അതുവഴി ഈ CSF ഫ്ലൂയിഡിനെ ഡ്രെയിൻ ചെയ്ത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ത്രൂ ദ സർക്കുലേഷൻ വഴി പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു.
നെക്സ്റ്റ് എൻഡോസ്കോപ്പിക് തേർഡ് വെൻട്രിക്കുലോസ്റ്റമി എന്ന് പറയുന്നു. ഇതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഹൈഡ്രോസെഫാലസ് ഉള്ള കുട്ടികളുടെ ബ്രെയിൻ ഓപ്പൺ ചെയ്തിട്ട് തേർഡ് വെൻട്രിക്കിളിൽ നിന്ന് CSF ഫ്ലൂയിഡിനെ ഡയറക്റ്റ് ബേസൽ സിസ്റ്റം വഴി ഡ്രെയിൻ ചെയ്യുന്നതിനെയാണ് ഈ വെൻഡോസ്കോപ്പിക് തേർഡ് വെൻട്രിക്കുലോസ്റ്റമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൂവ് ഓൺ ടു ദ ഇൻ്റർവെൻഷൻസ്. ഫസ്റ്റ് വി ഹാവ് ടു ചെക്ക് ദ ഹെഡ് സർക്കംഫറൻസ് ഓഫ് ദ ബേബി. 35 സെൻറ്റിമീറ്ററിൽ കൂടുതലാവുന്നുണ്ടോ എന്ന് നോക്കുക. നെക്സ്റ്റ് ICP ഇൻക്രീസ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് കുഷൻ ട്രയാഡ് സിംറ്റംസ് കാണിക്കുന്നുണ്ടോ എന്ന്. അതായത് ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് കുറയുക, BP ഹൈ ആവുക, ഇവയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ഹെഡ് ആൻഡ് എലിവേഷൻ 30 ഡിഗ്രി ആയിരിക്കണം വി പേഷ്യൻ്റുള്ള ഒരു ബേബിയിൽ. ബേബീനെ നോൺ ഓപ്പറേറ്റീവ് സൈഡിലേക്ക് വേണം കിടത്താൻ, ടു പ്രിവെൻറ്റ് ദ പ്രഷർ അപ്ലൈ ടുവേഴ്സ് ദ ഷണ്ട്, ആൻഡ് മോണിറ്റർ ദ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ചാർട്ട്, and apply the seizure precautions. That is, we have to prepare the lorazepam, diazepam in the bedside, and to check the patient for lactose allergy. If the patient had allergy to kiwi, banana, nuts, pineapple, there is a high risk for the lactose allergy. So we have to check the lactose allergy of the patient and check the shunt malfunctions. These are all the interventions. Today I conclude my topic. Today dealing with the hydrocephalus, its definition, CSF, causes, types, treatment and interventions. I hope you all understand my topic. So once again thank you to all. അടുത്തൊരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. So bye friends, have a nice day.